അപ്പോൾ അങ്ങ് ബോളിവുഡിൽ നിന്ന് നമ്മുടെ കിലാടി അക്ഷയ് കുമാറിൻ്റെ ഒരു പുതിയ പടത്തിന് ട്രെയിലർ വന്നു, കേസരി 2. കേസരി എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു. ബന്ധമില്ലെന്ന് തോന്നുന്നു. അതെ. കാരണം ഇതിൻ്റെ ഇതെന്തോ ജാലിയൻ വാലാവുമായിട്ട് എന്തോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് പേര് അവർ ഉപയോഗിച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ കാരണം ഇവർ സെയിം ടീം എല്ലാവരും കൂടെ ആണെന്ന് തോന്നുന്നു. സോ നമുക്ക് അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. അതിൻ്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം ചേട്ടാ. ടീസർ വന്നിട്ട് ആദ്യത്തെ മറ്റേ ഇതിൽ തന്നെ ദീസ് വിഷ്വൽസ് ആർ ടു ഹൊറിഫിക് ടു ഡിസ്പ്ലേ. പ്ലേ ചെയ്ത് എന്തോ കലിപ്പിസാനാണോ? വയലൻസ് ആണോ? കേസരി 2 റെയ്ഡ് 2 വരുന്നുണ്ട്. എവിടെ വിഷ്വൽ എവിടെ? എനിക്ക് നോക്കാം. വിഷ്വൽ ഇല്ലാതെ സൗണ്ട് വെച്ച് മാത്രം. ദീസ് വിഷ്വൽസ് ആർ ഹൊറിഫിക് ടു ഡിസ്പ്ലേ. ശരിക്കും വിഷ്വലില്ലേ? ഒന്നുമില്ല. ये सिर्फ 30 सेकंड की फायरिंग थी. अंग्रेजों ने जलियांवाला बाग में पूरे 10 मिनट तक गोलियां चलाई और 12 घंटे तक जख्मियों को बाग में बंद रखा ताकि गिद्ध उन्हें खा सके. उन चीखों के बीच एक ललकार उठी. ഇങ്ങനെ കേസരി അതായിരിക്കും കണക്ഷൻ. കളറോ? അല്ലല്ല, സിഖുകാരൻ്റെ കഥയായിരിക്കും. അതെ, ആ കണക്ഷൻ ആയിരിക്കും. Don't forget you're still a slave of the British Empire. Fuck you. കരൺ സിംഗ് ത്യാഗി എപ്പോൾ 18. അക്കിയുടെ തിരിച്ചുവരവായിരിക്കുമോ? കണ്ടിട്ട് കുറച്ചുകൂടെ വൃത്തിക്കെടുത്ത പടം തോന്നുന്നല്ലേ? ആത്മാർത്ഥമായിട്ട് പുള്ളി അഭിനയിച്ച പടം പോലുണ്ട്. ഈ കേസരിയുടെ ഫസ്റ്റ് പാട്ട് നല്ല സ്റ്റോറി ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു പരിണിതി ചോപ്ര ആയിരുന്നു അല്ലേ? പരിണിതി ചോപ്ര. ആക്ച്വലി മറ്റേ ഇവരുടെ ഒരു കഥ, ഒരു റിയൽ ഇൻസിഡന്റ് എന്തോ അത്. അപ്പം പിന്നെ ഒരു കഥ പോലെ ഇങ്ങനെ പറഞ്ഞു വന്നതാണ്. ഇപ്പം എക്സാക്ട് സോൾജേഴ്സിന്റെ എണ്ണം 21 അറിയില്ല. അത് തന്നെ. അതാണ് ഒരു പുള്ളി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തല്ലേ? അല്ല, ഒരു ടീം ഓഫ് കുറച്ച് പേരുടെ ഒരു 21 പേരാണോ? ഉറപ്പാണോ? 21 പേര് കോട്ട സംരക്ഷയുടെ. അഫ്ഗാനിൽ നിന്ന് വന്നൊരു വലിയ പടം ഇങ്ങനെ ആ കോട്ട ക്രോസ് ചെയ്ത് വേണം പോവാൻ. അപ്പൊ ആ കോട്ടയിൽ അവരെ കുറെ നേരം നിർത്തിയത് കൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഏരിയാസിനെ അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. അങ്ങനെ എന്തോ ഇവർ ഈ കോട്ടയിൽ തന്നെ 21 പേര് കുറെ അധികം നേരം ഫൈറ്റ് ചെയ്ത് നിന്നതുകൊണ്ട് ആ ഒരു ടൈം കിട്ടി. മറ്റേ അത് കഴിഞ്ഞിട്ടുള്ള അതിൽ സിഖ് എല്ലാവരും ഈ മറ്റേ ടർബനുള്ള. അപ്പൊ അവര് തലയിൽ ഇങ്ങനെ ഒരു റൗണ്ട് ഒരു സാധനം ഉണ്ട്, പോലത്തെ ഒരു വലിയൊരു സാധനം ഉണ്ട്. അത് ആക്ച്വലി അതിനെന്തൊരു പേര് പറയും. അത് വെച്ചിട്ടാണ് ഇവര് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫൈറ്റ് സീക്വൻസും അത് പടം ഭയങ്കര നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ. സോ പക്ഷേ ഈ പേര് ആക്ച്വലി നമ്മൾ കേൾക്കുമ്പോൾ ആ കഥ തീർന്നാണല്ലോ നമ്മൾ ആലോചിക്കും. പക്ഷെ ഇതുവരെപ്പം അതിനൊരു കണക്ഷൻ ഇത്ര ഉള്ളൂ. ഈ ജാലിയൻ വാലാവുമായിട്ട് ബന്ധപ്പെട്ട് സർദാർ യുദ്ധം എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കളിയാണ് അത്. ഷൂജി സർക്കാർ, നമ്മുടെ വിക്കി കൗശലിന്റെ പടം. അത് നല്ല. അതിനകത്ത് ഞാൻ പൊതുവെ നമ്മുടെ സിനിമയ്ക്കകത്ത് ഈ ഇംഗ്ലീഷുകാരെ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ സംസാരമൊക്കെ ഭയങ്കര അലമ്പ. കാരണം നമ്മൾ എങ്ങനെയാണോ മലയാളം സംസാരിക്കുന്നത് അതേ ഇൻറ്റോണേഷനൊക്കെ യൂസ് ചെയ്ത് അവരെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. ഇന്ത്യൻ ഇംഗ്ലീഷിലേക്ക് എത്തും. അതൊരു വേറൊരു ഇംഗ്ലീഷിലേക്ക് എത്തും. ഇത് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്തോ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ ആക്ടേഴ്സിന് നമുക്ക് അവിടെ ഏജൻസികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഒരു ആക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ വലിയൊരു ഭയങ്കര ഒരു ചടങ്ങാണ്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് അതുകൊണ്ട് ഗോവയിൽ ചെല്ലും, അവിടെ ഫ്രീ ആയിട്ട് നമ്മുടെ അക്കരക്കകത്ത് മറ്റേ വില്ലല്ലേ പുള്ളി അങ്ങനെയാണ്. മറ്റേ ലുക്ക് വെച്ചിട്ട് പിടിക്കുന്നതാണ്. ലുക്ക് വെച്ചിട്ട് അതുപോലെ ഒരാളെയാണ് നമുക്ക് അതുപോലെ ഒരാള് അയാളെ തന്നെ വിളിക്കാം. ഇപ്പൊ ചെയ്യുന്ന ജോലിക്ക് ചേട്ടന് കിട്ടുന്നതിനൊക്കെ 10,000 രൂപ ഞങ്ങൾ തരാം, ഷൂട്ടിങ്ങിന് വരാൻ പറഞ്ഞു. പുള്ളി അപ്പൊ തന്നെ അപ്പൊ ഇതിനകത്ത് ഇപ്പം ബ്രിട്ടീഷുകാർ സംസാരിക്കുന്നത് കേട്ടിട്ട് നല്ല വൃത്തിയുള്ള വേർഷനാണ്.
അത് സർദാർ യുദ്ധം ഭയങ്കര രസമുള്ള പടമാണ്. പക്ഷെ അത് ഇങ്ങനെ ഒരു ഭയങ്കര വലിയ ഒരു തിയേറ്റർ പടമല്ല, OTT ആയിരുന്നു. OTT അതെ അതെ, ആ സമയത്ത് എന്തോ അത് ഭയങ്കര ഹോളിവുഡ് ഫിലിമിന്റെ ഒരു സ്റ്റൈലാണ് അതിന്റെ മേക്കിങ്ങിനൊക്കെ. പക്ഷെ അതിങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഭയങ്കര എന്താ പറയാ ഒരു ഹീറോ, സർദാർ യുദ്ധം എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. അതായത് ഈ ജാലിയൻവാലാബാഗിന് കാരണക്കാരനായിട്ടുള്ള ഈ ബ്രിട്ടീഷുകാരനെ അവിടെ പോയി ഇംഗ്ലണ്ടിൽ പോയിട്ട് കൊല്ലുന്ന ക്യാരക്ടറാണ് അദ്ദേഹം. അതിന് റിവെഞ്ച് എടുക്കുന്നു, അതാണോ അതിന്റെ കഥ. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ നടന്നതല്ലേ ഇതെനിക്ക് തോന്നുന്നത് അതിനെതിരെ നിയമപരമായി റിയൽ സ്റ്റോറി ആയിരിക്കാം. അങ്ങനൊന്നും എഴുതി കാണിച്ചില്ല. ബ്രിട്ടീഷുകാരോട് അങ്ങനെ പറഞ്ഞു. ബ്രിട്ടീഷുകാർ അതെന്നാ ഒരു പരിപാടിയാണ്, അതെന്നാടാ അത് തിരിഞ്ഞ് നടന്നു പോകാതെ എനിക്കും പറയാണ്ട് പറയാം. തിരിച്ച് നടന്നു പോകുമ്പോഴത്തേക്കട്ടെ ഒരു പിടി അക്കിയുടെ മാസം പുള്ളി ആ ഡോറ് കിടക്കും തോന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് കോടതിയിലിട്ട് തീർന്നത് കേട്ടാ. ഇങ്ങനെയൊക്കെ ജഡ്ജിനെ തെരഞ്ഞെടുത്തിട്ട് പടത്തിന്റെ ക്ലൈമാക്സ് അത്. അപ്പൊ ഏപ്രിൽ 18 പടം റിലീസ്. അക്കിയുടെ പടങ്ങൾക്ക് നമ്മൾ ഇതിനു മുമ്പ് ഏതാ പടം നമുക്ക് പുള്ളിയുടെ ഇതിൽ നമ്മൾ തിരിച്ചുവരെന്ന് പറയാം നമ്മളിരിക്കുന്നല്ലേ. അക്കി എല്ലാ വർഷവും 4 തവണ തിരിച്ചു വരുന്നത്. തിരിഞ്ഞിപ്പോ ഏത് ദിശയിലേക്കാണ് പക്ഷെ ഓടിയില്ല. അതാ പ്രശ്നം. പുള്ളി ഇങ്ങനെ എല്ലാ ടൈപ്പും ഒരേ വർഷം തന്നെ ചെയ്യുന്ന ആളെ, തീരെ തറപ്പടവും ചെയ്യും. അല്ല അത് പ്രശ്നം വെച്ചാൽ ഈ പുള്ളി ഏത് പടത്തിൽ അഭിനയിക്കുന്നതെന്ന് കണ്ടാ മനസ്സിലാത്തില്ല. കഴിഞ്ഞ 5 വർഷത്തെ ഇങ്ങനെ ലുക്കുകളെല്ലാം നിരത്തി വെച്ചാൽ നമ്മളിങ്ങനെ കളിക്കണം. ഇപ്പൊ ഈ പടത്തിൽ തന്നെ പുള്ളി വന്നിരിക്കുന്ന ഇത് കണ്ടില്ലേ, നമുക്ക് ആ ലുക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഇതിനു മുമ്പ് പടങ്ങൾ പലതിലും കാണാം. അങ്ങനെയാണ് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഒരുപാട്. പക്ഷെ കേസരിയുടെ ഫസ്റ്റ് പാട്ടില് നല്ല താടിയും ഇതിനകത്ത് ഇപ്പൊ കണ്ട അത്രയും പുള്ളിയുടെ ആക്ടിങ് ഭയങ്കര ആത്മാർത്ഥമുള്ള ആക്ടിങ് ആണ്. ചുമ്മാ ഒന്ന് അക്കി കളിക്കുന്നതിൽ ഉപരി പുള്ളി ആത്മാർത്ഥമായിട്ട് ഈ സബ്ജക്റ്റില് ഇമോഷണലി ഇൻവോൾവ് ആയി ചെയ്ത ഒരു ഫീൽ ഉണ്ട്. പുള്ളിയും കുറച്ചൊന്ന് വെയിറ്റിംഗ് ആണ് നല്ല ഹിറ്റിന്. അപ്പോൾ ഏപ്രിൽ 18 പടം റിലീസാണോ? വരട്ടെ.